പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ വചനം കേൾക്കാൻ പോകുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഒത്തിരി പേര് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണ്ടേ. ഇപ്പം ഇന്ന് ഓരോ ദിവസവും ഉടമ്പടി എടുക്കുന്നവർ ചിലർക്ക് ഉടമ്പടിയിലൊരു ഉടക്ക് വരുന്നുണ്ട്. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികൾക്ക് ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കാണ് പ്രാധാന്യം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി വെക്കുന്ന വിഷയങ്ങൾക്കല്ല പ്രാധാന്യം. എന്താ കാര്യം? എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങളെ ഇപ്പം തന്നെ മത്തായിയുടെ സുവിശേഷം 6:8 വായിച്ചേ. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് വിഷയത്തിന്റെ കാര്യം കേട്ടില്ലേ? എന്താണ് നിങ്ങൾ ചോദിക്കുന്ന? ഒന്ന് പറഞ്ഞ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. കണ്ടാ? അപ്പൊ നമ്മള് അവിടെ കർത്താവിന്റെ ഗേറ്റിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ആവശ്യം അറിഞ്ഞു, അത് ചെയ്തു തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്താണ്? 6:33 വായിച്ചേ. മത്തായി 6:33. ദൈവം നമ്മളോട് പറയുന്ന കാര്യം വായിച്ചേ. നിങ്ങൾ ആദ്യം, അതാ സംഭവം. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴെന്താണ്? ദൈവം നമ്മൾ ചോദിക്കും മുമ്പ് തന്നെ അത് തരാൻ തീരുമാനിച്ചു. പക്ഷെ എന്താണ് തീരുമാനം? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. ഉടമ്പടി അതാണ് ചെയ്യണത്. ദൈവത്തിൻ്റെ രാജ്യം, ദൈവം അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അത് ജീവിതം നിറവേറ്റി സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മൾ എന്താണ്? ദൈവരാജ്യം നമ്മൾ വന്നു കഴിഞ്ഞു എന്നാണ്. ലൂക്ക 17:21. ലൂക്ക 17:21 വായിക്കാം. ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ആരും പറയുകയില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. എന്ത് സംഭവം അറിയാവോ? അതായത് നമ്മൾ ആദ്യം ദൈവത്തിന്റെ വചനങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചിലർ പറയും കർത്താവ് ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ദൈവം ഒരു അടയാളം കാണിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്നൊക്കെയാണ് പറഞ്ഞു. എന്ത് തോന്നിയവാസമാണ് അത്! ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തല്ലുള്ളി തരാമെന്ന് പറയും. അങ്ങനെയല്ല. കർത്താവ് എന്താ പറഞ്ഞാൽ, ആദ്യം ദൈവം അടയാളം കാണിക്കുകയല്ല, ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ഉടമ്പടി പാലിക്കണം. അപ്പോഴാണ് ബാക്കിയുള്ളത് ഇൻറ്റൻഷൻസ്, നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് നടക്കണം. അപ്പം നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക. എന്താണ്? ഞാൻ ആദ്യം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കും എന്ന തീരുമാനം എടുത്താൽ ബാക്കിയുള്ളത് എന്തുമാത്രമാണെന്ന് ഒരു പിടിയില്ല. 6:36 വർക്കൗട്ട് ചെയ്യും. എന്താണ്? ലുക്ക അമർത്തി കുരുക്കി നിറച്ചാൾ അന്ന് അവൻ നിൻ്റെ മടിയിലോട്ട് ചേരുക. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒരു നിർലോഭമായ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർലോഭമായി കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ പ്രാർത്ഥനകൾക്കായി അങ്ങയുടെ മക്കളെ ശിരസ് സമയത്ത് നിൽക്കുന്ന ഈ വേളയിൽ നിൻ്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്പടതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങൾ മനസ്സിടിഞ്ഞു പോയവരുണ്ടാകും. അവരുടെ എല്ലാം മനസ്സ് സന്തോഷ നിർഭരമാകുകയും ഉത്സാഹഭരിതമാകുകയും ചെയ്യട്ടെ. കാരണം എന്താണ്? കർത്താവിൻ്റെ ആശീർവാദമാണ് പ്രഭാതത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരികമായ വിഷമതകൾ, ഭാരങ്ങൾ, ശാരീരികത്തിൻ്റെ അവശതകൾ, അതുപോലെ തന്നെ തളർച്ചകൾ, ഒരു ഉന്മേഷമില്ലായ്പ, മനസ്സിന് ഉന്മേഷമില്ലാത്തവർ, ഇന്നത്തെ ഉറക്കം ശരിയാകാത്തവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രോഗകാരണങ്ങളാലും ഇന്നത്തെ ജീവിതത്തിൻ്റെ ചെയ്തു തീർക്കേണ്ട വലിയ ഭാരങ്ങളാലും ചില സ്ഥലങ്ങളിൽ നിന്ന് വഴക്ക് കേൾക്കുമോ എന്നുള്ള ഭീതിയാലും, അങ്ങനെ ആരെയും പേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനം. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം? അത് കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവരെ മാത്രം പേടിക്കാൻ പറയുമ്പോൾ, എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവത്തെ മാത്രമേ പേടിക്കത്തുള്ളൂ. പറയുക, മനസ്സിൽ പറയുക, എൻ്റെ ദൈവത്തെ മാത്രമേ ഞാൻ ഭയപ്പെടുത്തുള്ളൂ. ഞാൻ കാലത്തെയോ കാലന്മാരെയോ മനുഷ്യരെയോ
ഒന്നും ഭയപ്പെടത്തില്ല. അതുപോലെ തന്നെ കർത്താവേ, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മശക്തിയുടെ വെളിച്ചം വിതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് അങ്ങ് ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കളുടെ കുടുംബങ്ങൾ ഇസ്രയേലിൽ കർത്താവേ, അങ്ങയുടെ ദൂതൻ കടന്നു പോയപ്പോൾ കർത്താവേ, ആ മക്കളെ സംരക്ഷിച്ചതുപോലെ നീ ആ മക്കളെ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നീ ഏത് ഭവനത്തെ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ആയുസ്സോടും കൂടി അമ്മ വളരെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ എല്ലാ യോഗ്യതയും കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാധനകളുടെ മുഴുവൻ ശക്തി ദൈവപൈതരെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ ജീവിതത്തെയും ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ പെൻഡിങ്ങായി കിടക്കുന്ന ഓരോ കാര്യങ്ങളും, നിന്നെ മ്ലാനമാക്കുന്ന ഓരോ സാഹചര്യങ്ങളും, നിന്നെ അലട്ടുന്ന ഓരോ സങ്കടങ്ങളും എങ്ങനെയാണ് കൊടുങ്കാറ്റിലെ മഞ്ഞുനീര് ഒരുകിപ്പോകുന്ന പോലെ, കാറ്റിലെ മേഘം തുരത്തപ്പെടുന്ന പോലെ നിന്റെ ആദികൾ ഭീതികൾ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസത്താൽ നീങ്ങിപ്പോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവത്തോട് ഓരോ വചന പ്രഘോഷണവും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് ഒരു ദിവസം കൂടി വളരാൻ വേണ്ടിയാണ്. ഇന്നലെ തിങ്കളാഴ്ചത്തെ വിശ്വാസം പോരാ, ഇന്ന് ചൊവ്വാഴ്ച. ഫെയ്ത്ത് ഗ്രോസ് അക്കോർഡിംഗ് ടു ദി ക്രോണോളജിക്കൽ ഏജസ്. ഫെയ്ത്തിനോടൊരു പ്രത്യേകത, നമ്മുടെ ഈ സാധാരണ കലണ്ടർ ദിവസമില്ലേ, ക്രോണോളജിക്കൽ ഡേയ്സ്, ഈ കലണ്ടർ ഡേയ്സിനെ വരെ എങ്കിലും അത്രയും അപ്ഡേഷൻ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടായാലേ നമ്മൾ തോക്കാതിരിക്കത്തുള്ളൂ. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസത്തിൽ നമ്മൾ തോക്കാതിരിക്കണമെങ്കിൽ നമ്മളുടെ ഫെയ്ത്ത് അപ് ടു ദി മാർക്ക് കലണ്ടർ ഡേയ്സ് എങ്കിലും ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് 34 വയസ്സുണ്ടെങ്കിൽ 34 വയസ്സിൻ്റെ ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ഇനി ഫെയ്ത്തിൻ്റെ ഒരു പ്രത്യേകത, ചിലർക്ക് 34 വയസ്സേ ഉള്ളെന്ന് വിചാരിക്കുക, പക്ഷെ അവർക്ക് 60 വയസ്സിൻ്റെ ഫെയ്ത്ത് ഉണ്ടാകും. ഫെയ്ത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഫെയ്ത്ത് ആർജിക്കുന്നതനുസരിച്ച് വിശ്വാസം അറിയാമല്ലോ. വിശ്വാസം എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് ശരീരം വളരുന്നത്? ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. ശരീരം മറ്റ് ശരീരങ്ങളെ ഭക്ഷിച്ചാണ് നമ്മുടെ ശരീരം വളരണത്, അല്ലേ? മത്സ്യത്തിൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കും, പയർ, അല്ലേ, അരി, എല്ലാം ഒരു ശരീരമാണ്. അഗ്രികൾച്ചർ ബോഡീസ് എല്ലാം ഞാറിൻ്റെ ശരീരമാണ് നെല്ലെന്ന് പറയണത്. അപ്പോൾ ഇത് ഭക്ഷണം ചോറ് കഴിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് എടുത്ത് നമ്മൾ വളരും. പയറാണെങ്കിൽ പ്രോട്ടീൻ എടുത്ത് വളരും. അപ്പോൾ ഇതെല്ലാം ദൈവം ഉദ്ദേശിക്കുന്ന ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കോശ സംവിധാനങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഫുഡാണ്. അതുകൊണ്ടാണ് നമ്മൾ സമീകൃത ആഹാരം എന്നൊക്കെ പറയുന്നത്. കാര്യം എല്ലാ അവയവങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഫുഡാണ്. ഇപ്പം നമ്മൾ വഴുതനങ്ങ തന്നെ കുറേ കഴിക്കണേ കണ്ണടിച്ച് പോകും, കണ്ണിനെതിരാണത്. ഇപ്പോൾ ഒരു സാധനത്തിന് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ആ അവയവം പോകും. ഇപ്പോൾ അതുകൊണ്ട് എപ്പോഴും വരുന്ന ഒരു വിഷയം, ഇതുപോലെ തന്നെ നമ്മുടെ ശരീരം മറ്റ് ശരീരങ്ങൾ ഭക്ഷിച്ച് വളരണ പോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസവും. ദൈവം നീട്ടിത്തരുന്ന ജീവിത അനുഭവങ്ങളിൽ വിശ്വാസം വളരണത് വിശ്വാസം പ്രഖ്യാപിച്ചാണ് വളരണത്. എപ്പോഴും ഓർത്തേക്കണം, വിശ്വാസം വളരണത്. അപ്പം അച്ഛൻ നിങ്ങളോട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, നിങ്ങൾ അപ്ഡേഷൻ ഉണ്ടാക്കണം, ക്രോണോളജിക്കൽ ഇയറുമായിട്ട് നിങ്ങളുടെ ഫെയ്ത്ത് ഇയർ അപ്ഡേറ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ അതിനൊക്കെ കവിഞ്ഞ് പോകണം, അല്ലെങ്കിൽ നിങ്ങൾ കലണ്ടർ ഡേയ്സിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ നിങ്ങൾ തോറ്റുപോയി. തോറ്റ വിശ്വാസമുള്ള ആൾക്കാർക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഗ്രീൻ കാർഡ് കിട്ടണമെന്ന് പറയും. ഇപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടണമെന്ന് പറയുമ്പോൾ അവർ പോയിൻറ്റ്സാണ് പറയണത്, പോയിൻറ്റ്സ്. അപ്പോൾ ചിലപ്പോൾ സമയത്ത് നിങ്ങൾ ഇക്കണോമിക്കായിട്ട് സബ്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളല്ലെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പോയിൻറ്റ്സ് കുറയും. അപ്പോൾ ഗ്രീൻ കാർഡ് കിട്ടത്തില്ല, അപേക്ഷിക്കാൻ പോലും പറ്റത്തില്ല. ഇതുപോലെ നിങ്ങളുടെ പോയിൻറ്റ്സ് എന്താണ് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഫെയ്ത്തിൻ്റെ കാര്യത്തിൽ അതറിയണത്. പോയിൻറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗത്തിന് വേണ്ടിയോ വേറെ ഒന്നിനു വേണ്ടിയും പ്രാർത്ഥിക്കാൻ പാടായിരിക്കും.
അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിനാണ് ഈ അപ്ഡേഷൻ വരേണ്ട ഇത്. വചനം പ്രഘോഷിക്കപ്പെടേണ്ട കാര്യം അതാണ്. ഓരോ വചനം പ്രഘോഷിക്കപ്പെടുമ്പോഴും നമുക്ക് അത് സ്വീകരിക്കുന്നവർക്കെല്ലാം അപ്ഡേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും എന്ന് പറഞ്ഞ വചനം ആൾക്കാരെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. അതെപ്പോഴും വളരെ ഡേഞ്ചറസ് സോണാണത്. വചനം നൽകുന്നതും നിങ്ങൾ ധ്യാനത്തിന് വരുന്നതും അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇപ്പോൾ വചനം പങ്കെടുക്കുന്നതും അല്ല വിഷയം. വിഷയം എന്ന് പറയുന്നത് നമ്മളത് സ്വീകരിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത്, ഇപ്പം സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്, ദൈവവചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അവനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകും. ഇപ്പോൾ ഓരോ വചനപ്രഘോഷം കഴിയുമ്പോഴും നമ്മുടെ കഴിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യോഹന്നാൻ 1:12 ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ തുറന്നു പിടിച്ചു. നമ്മുടെ ഭാരവും ജീവിത ക്ലേശവും സമ്മാനമായി നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും നമ്മിലൊരാളും മുറിയാതിരിക്കുവാൻ നമ്മുടെ കുഞ്ഞാടും യാഗമായി ഇതാണ് സംഭവിക്കുന്നത്. പ്രോസസ്സിങ് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ യോഹന്നാൻ ബൈബിൾ തുടങ്ങണത് എങ്ങനെയാണ്? യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ 1:14 വരും. അപ്പോൾ ഈ വചനത്തെ സ്വീകരിക്കുന്നവർക്ക്, കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? ഓരോ ദിവസവും വചനം സ്വീകരിക്കുന്നവർക്ക് എന്താ? അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾ കാറ്റഗിസം പഠിച്ചാൽ പോരെ. ചില ആൾക്കാർ എന്നോട് പറയും, അച്ഛാ ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളാണ്, ഇടവകയിലൊക്കെ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുർബാന കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ എന്താ ഞങ്ങൾക്ക് കുഴപ്പം? നിങ്ങൾക്ക് മൊത്തം കുഴപ്പമാണ്. എന്താ കാര്യം? ഇത് ഏതെങ്കിലും കാലത്ത് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ട് അതിൻ്റെ ഞായറാഴ്ച കുർബാന പങ്കെടുത്ത് വളരണ ഒരു ജീവിതമല്ല ഇത്. ഇത് കപ്പാസിറ്റി ഉണ്ട്, ഇതിന് കഴിവെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയെല്ലാം നമ്മളിപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടതും സ്ഥൈര്യലേപനം സ്വീകരിച്ചതും അല്ലെങ്കിൽ ഓരോരുത്തർ വിവാഹം എന്ന ഉദാശയോ തിരുപ്പട്ട ഉദാശയോ ഒക്കെ സ്വീകരിച്ചെങ്കിലും ഇതിൻ്റെ സ്വീകരിച്ചതിൻ്റെ ദൈവവിളിക്ക് അനുപേക്ഷണീയമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വളർച്ച അത് കൈവരിക്കുന്നത് വചനം സ്വീകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയും. എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ഒന്നിനു പറഞ്ഞേ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ കഴിവാണ് പ്രശ്നം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിവ് വർദ്ധിപ്പിക്കണം. ഓരോ സമയത്തും അവൻ്റെ കഴിവ് വർദ്ധിക്കണം, ഓരോ ദിവസവും. എന്തിനുള്ള കഴിവാണ്? ദൈവമക്കളാകാനുള്ള കഴിവാണ്. അപ്പോൾ ഈ കഴിവ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇപ്പോൾ കൊറോണ ബാധിച്ചെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇനി പള്ളി അടച്ചിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇനി പള്ളി തുറക്കുമ്പോൾ കുർബാന കൂടിയാൽ മതിയല്ലോ. ചില ആൾക്കാർ കുമ്പസാരിക്കണം, അയ്യോ പള്ളി അടച്ച് കൊറോണ അല്ലേ, എങ്ങനെ കുമ്പസാരിക്കണത്? അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് തട്ടാമുട്ടി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓരോ വകുപ്പുകളാണ് അവനെ തീരുമാനിക്കുന്നത്. കാര്യം ഇതെന്ന് പറയുന്നത് ഒരു ടെസ്റ്റിംഗ് ടൈമാണ്. ഈ ടെസ്റ്റിംഗ് ടൈമിൽ തന്നെ
ഈ കൊറോണയുടെ ഒറ്റ കുർബാനയും മുടക്കാത്ത ആൾക്കാരുണ്ട് ഇപ്പോൾ സഭയിൽ. ഒരു കുർബാനയും മുടക്കാത്ത ആൾക്കാരുണ്ട്. ഈ കരിന്നിപ്പോൾ എൻ്റെ ഈ വിജയകുമാർ എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു. അപ്പം എന്നോട് ചോദിച്ചാൽ അച്ഛാ ഇന്നത്തെ ദിവസം അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഇന്ന് ആദ്യ ചൊവ്വാഴ്ച അല്ല അച്ഛാ ഇന്ന് എൻ്റെ ഫീസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ശരിയാണല്ല, ഇന്ന് വിജയകുമാറിൻ്റെ ഫീസ്റ്റാണ്. എന്താ കാര്യത്തിൽ വിജയകുമാർ ജ്ഞാനസ്ഥാനപ്പെട്ടപ്പോൾ സ്വന്തമായിട്ട് എടുത്ത പേരാണ് മാത്യു. ബ്രദർ മാത്യു വിജയകുമാർ എന്നാണ്. മാത്യു ആരാണ്? ബിസിനസ്സുകാരനാണ്. ബൈബിളിലെ ബിസിനസ്സുകാരനാണ് മാത്യു. പുള്ളിക്കാരൻ ബിസിനസ്സുകാരനായതുകൊണ്ട് പുള്ളി സ്വന്തമായിട്ട് തനിക്ക് പറ്റിയൊരു വിശുദ്ധനെ എടുത്തതാണ്. പക്ഷേ വെറുതെ ഭംഗിക്കെടുത്തതല്ല. ആ മനുഷ്യന് ഇന്ന് സെൻറ്റ് മാത്യുവിൻ്റെ ഫീസ്റ്റ്, അതാണ് അച്ഛൻ ചുവപ്പൊക്കെ കൊടുത്ത് കുർബാനയിലേൻ്റെ കാര്യം അതാണ്. ചോസിപ്പിളെല്ലാം ചുവപ്പല്ലേ, സെൻറ്റ് മാത്യു രക്തസാക്ഷിയാണ്. പക്ഷെ അങ്ങേർക്കറിയാം എന്താണ് അങ്ങേര് സെൻറ്റ് മാത്യുവിൻ്റെ പേരുകാരനാണ് എന്ന്. അതുകൊണ്ട് തന്നെ അപ്പോസ്തല വിഷയങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം ഇന്ന് വരെയുള്ള ദൈവാനുഭവങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട് സെൻറ്റ് മാത്യുവിനെ പോലെ. ഇന്ന് വരെയുള്ള ദൈവാനുഭവങ്ങളെല്ലാം. ഈ മനുഷ്യൻ ഈ 1.5 കൊല്ലമായിട്ട് പള്ളി അടച്ചിട്ടിട്ടും അങ്ങേര് കുർബാന സ്വീകരിക്കാത്ത ദിവസമില്ല. അതാണ് പ്രശ്നം. ചില അച്ഛന്മാർ കുർബാന എല്ലാ ദിവസവും ഉണ്ട് കൊറോണയ്ക്ക്, അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. പക്ഷേ ഈ വിജാതീയനായ മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചിട്ട് ഇന്ന് വരെ കൊറോണയ്ക്ക് കുർബാന കൂടാത്ത ദിവസം മാത്രമല്ല, കുർബാന സ്വീകരിക്കാത്ത ദിവസമില്ല. ഇതാണ് വിഷയം. നമ്മളിങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ പണിയായിരിക്കും. കാര്യം എന്താണ്? അവർ വിശ്വാസത്തിന് സത്യസന്ധമായ രീതിയിലാണ് മറുപടി പറയണത്. വളരെ സീരിയസ് ആയിട്ട് എല്ലാ കാര്യത്തിലും വിജിലൻ്റാണ് ആ വിഷയത്തിന്. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസത്തെ, വചനത്തെ സ്വീകരിക്കുന്നതനുസരിച്ച് ഇപ്പം ഞാനും ഈ മനുഷ്യനും കൂടി പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ തീർത്ഥയാത്രക്ക് പോയിട്ടുണ്ട്. ആ സമയങ്ങളെല്ലാം എന്നോട് വചനങ്ങളെക്കുറിച്ച് ചോദിക്കും. ഞാൻ 1.5 മണിക്കൂർ 3 മണിക്കൂർ 6 മണിക്കൂർ വരെ പുള്ളിയോട് വചനം സംസാരിച്ചിട്ടുണ്ട്. ഒറ്റ മുറി ഇരുന്ന് ട്രെയിനിൽ ഇരുന്ന് അതുപോലെ തന്നെ കാറിലിരുന്നൊക്കെ. അപ്പോൾ എന്ത് കൊതിയോടുകൂടിയാണ് ഈ മനുഷ്യൻ വചനം സ്വീകരിക്കുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ അത് തോന്നണതേ, ഇപ്പോഴും അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൂട്ടായ്മ ഉണ്ട്. അങ്ങേരാണ് എന്നോട് പറഞ്ഞത് ഗൂഗിൾ മീറ്റ് തുടങ്ങാൻ പറഞ്ഞത്. അല്ല വേറെ ആരും പറഞ്ഞില്ല. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, അച്ഛൻ ഞാൻ ഗൂഗിൾ മീറ്റ് തുടങ്ങിയിട്ടുണ്ട്, വചനപ്രഘോഷണം ഗൂഗിളിലൂടെ അച്ഛൻ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എൻ്റെ വഴി പറഞ്ഞു തന്നെ. അപ്പോഴേ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് കൊറോണയാണെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസുമില്ല. ഇങ്ങനെയുള്ള ഭീഷണി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഭീഷണി എന്ന് പറഞ്ഞാൽ ലവ് ജിഹാദോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജിഹാദൊന്നും അല്ല. നമ്മുടെ മുമ്പിലുള്ള ഭീഷണി എന്ന് പറയുന്നത് ഇന്നലെ വിശ്വാസം സ്വീകരിച്ചവൻ നമ്മളെക്കാൾ മിടുക്കനായിട്ട് കർത്താവിൻ്റെ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഒരു ആത്മീയ ഭീഷണിയാണ്. ഇന്നലെയും മെനയെന്നൊക്കെ വിശ്വാസം സ്വീകരിച്ച് വന്നവരെ നമ്മളെക്കാൾ അതിശക്തമായ രീതിയിൽ കർത്താവിൻ്റെ ദൈവമക്കളാകാനുള്ള കഴിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അതാണ് യോഹന്നാൻ 1:12. എന്താ 1:12 പറയണത്? തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, ഏറ്റു പറഞ്ഞേ, തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, എൻ്റെ വചനം സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ വചനം സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പോൾ ഇത് കഴിവാണ്. കഴിവെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കഴിവ് ഓരോരോ ഘട്ടങ്ങളിൽ കഴിവ് വളർന്നുകൊണ്ടേ ഇരിക്കുക. ഓരോരോ കൊല്ലം ചെല്ലും തോറും നമ്മുടെ കഴിവിങ്ങനെ ദൈവദുരുസന്നിധിയിലുള്ള കൃപയുടെ കഴിവ് വളർന്നുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഓരോ വചന പ്രഘോഷണം കഴിയുമ്പോഴും വചനപ്രഘോഷത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവമകളാകാനും ദൈവമകനാകാനുമുള്ള എന്റെ കഴിവിനെ അങ്ങ് ഈ നിമിഷം വർദ്ധിപ്പിക്കണമേ. വചനത്തിൽ വേരൂന്നി വളരാൻ, ദൈവാത്മാവിൽ അഭിഷേകം പ്രാപിക്കാൻ, കർത്താവേ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയരാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടിയിലൂടെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ഏകദിന ഉപവാസ ധ്യാനത്തിലൂടെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ വചന പ്രഘോഷത്തിലൂടെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന.
ആശ്വാസമേ താതനും പുത്രനും പാവനാത്മാവിൽ എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ചേർന്ന് പാടാം. ദിവ്യകാരുണ്യമേ ആരാധ്യമേ കരുണാദ്ര സ്നേഹമേ ആശ്വാസമേ താതനും പുത്രനും പാവനാത്മാവിൽ എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. കരങ്ങളുയർത്തി നോക്കി നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തെ ഏതവസ്ഥയിലും നമുക്ക് സ്വീകരിക്കാം എന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ചത്. നമ്മളുടെ ഏതവസ്ഥയിലും ഈ വചനത്തെ സ്വീകരിക്കാം. ചില ആൾക്കാർ പറയും കൊറോണ എല്ലാം കഴിയട്ടെ, അല്ലെങ്കിൽ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞ് അവളെ പ്രസവിച്ച് വീട്ടിൽ കിടക്കുകയാണ്, അവളുടെ ജ്ഞാനസ്ഥാനം കഴിഞ്ഞ് അവൾ പോകട്ടെ, പോയിട്ട് അല്ലെങ്കിൽ ഈ ഇപ്പോഴെല്ലാം നമ്മളിവിടുന്ന് വാടക മാറി പോകാൻ പോവുകയാണ്, ഇപ്പം അതുകൊണ്ട് ഈ വാടകയൊക്കെ മാറി പുതിയ വീട്ടിൽ അല്ലെങ്കിൽ പുതിയ വീട്ടിൽ ചെല്ലട്ടെ, ഇങ്ങനെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ, പിള്ളേർക്കെല്ലാം അഡ്മിഷൻ കിട്ടി അവർ സ്കൂളിലോട്ട് പോട്ടെ അല്ലെങ്കിൽ കോളേജിലോട്ട് പോട്ടെ, എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ പ്രാർത്ഥന തുടങ്ങാം. അതായത് ഇത് ഒരു ഭയങ്കര അപകടകരമായൊരു തീരുമാനമാണ്. കാര്യം നമ്മളുടെ വിഷയങ്ങളെല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ കർത്താവിൻ്റെ കാര്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ശരിക്കും നമുക്ക് നാളെ കാലങ്ങളിലെ ഗ്രേഡ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഒത്തിരി താഴെ വരുന്ന ഒരു തരം വിശ്വാസികളാണ്. അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ഓർക്കുന്നത് എന്നെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുന്നതിനെ, ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ എന്താണ് യോഹന്നാൻ 1:12 എന്താ വചനം? അവനെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇപ്പം നമ്മൾ ജ്ഞാനസ്ഥാനം എന്ന കൂദാശ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ നിർവചനം എന്താ? അതായത് ഉൽപ്പദോഷം നീക്കി കർമ്മദോഷം ഉണ്ടെങ്കിൽ അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്ഥാനം. അവിടെ എന്താ സംഭവം? നമ്മൾ ജ്ഞാനസ്ഥാനത്തിലൂടെ ഉൽപ്പദോഷം മാറ്റി കർമ്മദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കൂദാശയാണ്, ദൈവരാജ്യത്തിൻ്റെ അവകാശികളും. ഇപ്പോൾ രണ്ട് കാര്യം അവിടെ ഉണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ മക്കളാക്കുന്നു, പിന്നെ മക്കളാണെങ്കിൽ പിന്നെ ഇനി വളരേണ്ടി വരും നമ്മളല്ലേ. മക്കൾ എന്തെങ്കിലും ഒന്ന് ഇങ്ങനെ ഉണ്ടപ്പക്കുറുവിനെ പോലെ 47 വയസ്സുകൊണ്ട് 8 വയസ്സിൻ്റെ പൊക്കം ഉണ്ടായാൽ പറ്റത്തില്ലല്ല, മക്കൾ വളരണ്ടേ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ മക്കൾ വളരണം. ഇപ്പം നിങ്ങൾ പറയും നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വളരാം ആത്മീയ, അങ്ങനെയല്ല. പ്രശ്നത്തെ കഴിച്ചാണ് നമ്മൾ വിശ്വാസി വളരുന്നത്. ബോഡി, അച്ഛൻ ആദ്യമേ പറഞ്ഞില്ലേ, ബോഡി ഗ്രോസ് ബൈ ഈറ്റിംഗ് ബോഡീസ്. നമ്മളെ ശരീരം കഴിച്ചാണ്, മറ്റ് വസ്തുക്കളുടെ ചെടികളുടെയൊക്കെ ശരീരം കഴിച്ചാണ് നമ്മുടെ ശരീരം വളരുന്നത്. അതുപോലെ വിശ്വാസത്തിൽ ദൈവമക്കൾ വളരണം എങ്ങനെയാണ്? പ്രശ്നങ്ങളെ കഴിച്ചിട്ടാണ്. പ്രശ്നങ്ങളില്ല, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഓരോരുത്തർക്കും. ഒരിക്കലും സമാധാനത്തിൽ ദൈവകൃപ വളരത്തില്ല. എപ്പോഴും വളരണത്, നല്ല മുന്തിയ നിലവാരത്തിൽ വളരണത് എപ്പോഴും ഇപ്പോൾ പോഷക ഗുണമുള്ള ആഹാരമുണ്ട്, പോഷക ഗുണം കുറഞ്ഞ ആഹാരങ്ങളുണ്ട് ഇല്ലേ? പോഷക ഗുണമുള്ള ആഹാരമുണ്ട്. ഇപ്പം നിങ്ങൾ പറയും വെള്ളച്ചോറ് കഴിക്കണ്ട, ഡോക്ടർമാർ പറയും വെള്ളച്ചോറ് കഴിക്കണ്ട, അതൊക്കെ എല്ലാം എക്സീഷനായിട്ട് പുകയേ ഉള്ളൂ, ഒന്നും നിങ്ങൾക്ക് ശരീരത്തിൽ കിട്ടത്തില്ല. ചുവപ്പ് ചവറുള്ള ചോറ് കഴിക്കാൻ പറയും, അതിൽ നിന്ന് വല്ല പ്രോട്ടീനോ വല്ലതും കിട്ടുമെന്ന് പറയും.
അപ്പോഴേ നോക്കിയേ, ചോറിൻ്റെ കളർ മാറിയപ്പോൾ തന്നെ അതിൻ്റെ ഗുണാംശം മാറി. ഇതുപോലെ ഈ ജീവിതത്തിലും ദൈവത്തിൽ വളരണമെങ്കിൽ സമാധാനപരമായിട്ട് പോയാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിൽ വളരത്തില്ല. ജീവിതത്തിലെ അസ്വസ്ഥതകളെ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇവിടെ. നല്ല സാക്ഷ്യമാണ്. സാധാരണ ഗ്രേഡിനേക്കാൾ 1-2 പോയിൻ്റ് കൂടുതൽ ഉള്ള ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ജോയ്സി എന്നും പറഞ്ഞൊരു മോളാണ് സാക്ഷ്യം പറഞ്ഞത്. ഉള്ള വീട് മലയാറ്റൂരാണ്, ഇപ്പോൾ താമസിക്കുന്നത് ലണ്ടനിലാണ്. അപ്പോൾ ഈ വൈകുന്നേരം പാടിവിടെ തീർത്ഥയാത്രയുണ്ട്, മരിയൻ തീർത്ഥയാത്രയുണ്ട്. അപ്പോൾ മരിയൻ തീർത്ഥയാത്രയുടെ ഒരു ഭാഗം ഓസ്ട്രേലിയ, ഇറ്റലി, അതുപോലെ തന്നെ അമേരിക്ക, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഉടമ്പടി എടുത്തവരുടെ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നമുക്ക് അവരവിടെ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പറയും, നമുക്കിവിടെ കിട്ടിയിട്ട് നമ്മളിത് ഓൺലൈനായിട്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും സാക്ഷ്യം കേൾക്കും. ഈ കാലം എന്തൊരു രസമാണ് ശരിക്കും. കൊറോണയെ തോൽപ്പിക്കുന്ന വചനപ്രഘോഷമാണ് നടക്കുന്നത്. എന്താണ്, വീട്ടിൽ നിന്ന് ലണ്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുമ്പോൾ അവർ കാണുന്ന കൃപാസന ആൾക്കാരെ ഇലയിട്ടാണ് സംസാരിക്കുന്നത്. അവരെ കാണാം. ഇവരെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ലോകം മുഴുവനും ഇവർ തത്സമയം കാണുകയും. അപ്പോൾ ഓസ്ട്രേലിയ വീട്ടിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ അതിന് വിത്ത് കമൻട്രി കൃപാസനത്തിൽ നിന്ന് അവരെ കമൻട്രി സ്വീകരിച്ചിട്ട് സാക്ഷ്യം സ്വീകരിച്ചിട്ട് അതിന് സാക്ഷ്യത്തെ കമൻറ്റ് ചെയ്തിട്ട് വിശ്വാസികൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ജോയ്സ് പറയണത് പറഞ്ഞതാണ്, അവർ ഭർത്താവും ഭാര്യയുണ്ട്, ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരുമിച്ച് താമസിക്കണം. അതിനുവേണ്ടി അവർ ഭർത്താവിൻ്റെ ജോലി രാജിവെപ്പിച്ചിട്ടാണ് ഈ 2 കുഞ്ഞുങ്ങളുമായിട്ട് ലണ്ടനിൽ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുണ്ടാകുന്ന പ്രശ്നം ഈ IELTS ഗുരുതരമായ പ്രശ്നമാണ്. കാരണം സ്പീക്കിങ്ങിൽ ഭയങ്കര പ്രശ്നം. ജോയ്സിനെ ഒരിക്കലും രക്ഷപ്പെടാറില്ല. അങ്ങനെ പലത് എഴുതി തോറ്റു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ആൾക്കാരെല്ലാം ഇവളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. കാര്യം നീ ഭർത്താവിൻ്റെ ജോലിയും കളഞ്ഞ് നീക്കാൻ ജോലി കിട്ടിയില്ല, ഇത് എന്നാ ഉദ്ദേശിക്കണത്, തിരക്ക് വട്ടാണെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. ഇവർക്ക് പ്രാതി പിടിക്കാതെ. അപ്പോൾ ആ ഇടയ്ക്ക് എന്തിങ്ങനെ ഒരു പ്രശ്നം എന്ന രീതി കണ്ടില്ലേ. അപ്പോൾ ഉടനെ കൃപാസനത്തിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഇവളെ യൂട്യൂബിലോട്ട് കയറ്റി യൂട്യൂബിലെ മുഴുവൻ സാക്ഷ്യങ്ങളും കേട്ടു. അപ്പോൾ അതിനകത്ത് ഒരു സാക്ഷ്യം പറയണത്, നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് കർത്താവ് തന്ന ഒരു ഈ ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി കർത്താവ് പല കാലങ്ങളിൽ പലതരത്തിലുള്ള ദൈവിക പരിപാലനയുടെ ആത്മീയ ഘടകങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നത്. ഒന്ന് ഡേറ്റാണ്. ഇപ്പോൾ കൃപാസനത്തിൽ തന്നെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജോയ്സിക്ക് മനസ്സിലങ്ങനെ കൊണ്ട്. അപ്പോൾ ഡേറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യം പറയണതല്ല, പറയുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കത് കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്വാധീനിച്ച അതിൻ്റെ അർത്ഥം അവരെ ദൈവം ആ സമയത്ത് അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജോയ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധ്യം കിട്ടി. എന്നാൽ ഇനി ഇപ്പോൾ ഇത്ര നാളെ തോറ്റില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, ഇനി ഡേറ്റ് അച്ഛൻ പറഞ്ഞ പോലെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം. അവർ എന്ത് ഡേറ്റ് ഇട്ട്, ഡിസംബർ 5 എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട്. അപ്പോൾ ഡിസംബർ 5 എന്നും പറഞ്ഞ് ഡേറ്റ് ഇട്ട് IELTSൻ്റെ. അപ്പോൾ ഇങ്ങനെ ഡേറ്റ് ഇട്ട് പിന്നീട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് സെപ്റ്റംബർ കഴിഞ്ഞ് നവംബർ 18-ാം തീയതി ആയപ്പോൾ പെട്ടെന്ന് രാത്രി മൊബൈലടിച്ച് ആരെ വിളിച്ചതാണ്. പക്ഷേ വിളിച്ചപ്പോൾ വിളിച്ച ആളില്ല. നോക്കുമ്പോൾ 11:23 സമയം 11:23. അപ്പോൾ അത് വലിയ അക്ഷരങ്ങൾ കണ്ട കാരണം ഇവൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദിസ് ഈസ് യുവർ ഡേറ്റ് എക്സാം. പക്ഷേ അപ്പോഴവർക്ക് മനസ്സിലായി 11 എന്ന് പറയുന്നത് നവംബർ മാസവും 23 ഡേറ്റുമാണ്. 11 നവംബർ മാസം. അപ്പോൾ ആൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ 11 നവംബർ മാസം ഡേറ്റ് എടുക്കാം, IELTSന് ഡേറ്റ് ഉണ്ടാകുന്ന നോക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹസ്ബൻഡോട് പറഞ്ഞ് 11:23 അമ്മ രാത്രി കാണിച്ചതാണിത്, അതുകൊണ്ട് നമുക്ക് 11 നവംബർ 11-ാം മാസം, അതായത് നവംബർ മാസം 23-ാം തീയതി ഡേറ്റ് എടുക്കാവുന്നു. അപ്പോൾ ഇവൾ നേരത്തെ ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട്, എന്താണ് ഡിസംബർ 5, അതാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നവംബർ മാസം പരീക്ഷയ്ക്കാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത്, പരീക്ഷ ഡേറ്റാണ്.
പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ 18 അല്ല അതിനുശേഷം നവംബർ 20, 21, 22 3 ദിവസം ലീവ് എടുക്കേണ്ടതിനാണ് ഈ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ലീവ് എടുക്കുന്നത്. പക്ഷേ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഒരിക്കലും സ്പീക്കിംഗ് ശരിയാകത്തില്ല. പണ്ട് അങ്ങനെയാണ് സംഭവിച്ചത്. സ്പീക്കിങ്ങിനാണ് എപ്പോഴും ആ മൊഡ്യൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അമ്മ ഇങ്ങനെ ഡേറ്റ് ഇട്ടതിന് ശേഷം അമ്മയ്ക്ക് ഡേറ്റ് ഏൽപ്പിച്ചതിന് ശേഷം ജോയ്സ് പറയണത് ഞാൻ സാഹിബിമാർ സംസാരിക്കാൻ തുടങ്ങിയെന്ന്. എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ബൈബിളിൽ ഒരു പാസേജ് പറയാൻ പറഞ്ഞു, ഒരു കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോണറ്റിക്സ് ഒക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് ഇവിടെ അങ്ങനെ സംസാരിക്കുകയും ഞെട്ടിപ്പോവും. അതായത് കഴിവാണിത്. ഇപ്പം ദൈവമക്കളാകാനുള്ള കഴിവെന്ന് പറയത്തില്ലേ, അപ്പം തൻ്റെ നാമത്തിൽ തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ്. അപ്പോൾ ദൈവമക്കളുടെ ഇത് എപ്പോഴും വിശ്വാസം എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എല്ലാം നമ്മളുടെ കഴിവ് അങ്ങോട്ട് വർദ്ധിപ്പിക്കും. അത് എന്ത് തരത്തിൽ, ആത്മീയമായാലും ശരി ഭൗതികമായാലും ശരി കഴിവ് വർദ്ധിപ്പിക്കും. 2 തരത്തിലുള്ള കഴിവാണിത് വർദ്ധിപ്പിക്കുന്നത്. വചനത്തിൻ്റെ പ്രത്യേകതയാണ്. 2 തരത്തിലുള്ള കഴിവ് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഇവളിങ്ങനെ സായിപ്പന്മാരെപ്പോലുള്ള ഫോണറ്റിക്സും ആ പ്രൊനൗൺസിയേഷനൊക്കെ അടിച്ചു പൊളിച്ച് സംസാരിച്ച് ഉള്ളിൽ കെട്ടില്ല, സങ്കടമില്ല, ഭാരമില്ല, ഒന്നുമില്ല. ചുമ്മാ പുഷ്പം പോലെ പോയി അങ്ങനെ പരീക്ഷയ്ക്ക് സ്പീക്കിങ്ങിന് പറയും. 7.5 സ്കോർ ചെയ്യും. ആ സ്കോർ ചെയ്ത റിസൾട്ട് വന്നെ എന്നാണെന്നറിയാമോ? റിസൾട്ട് വന്നത് December 5. അതാണ് ഡേറ്റ്, ഇട്ടേക്കുന്ന ഡേറ്റ് അതാണ്. ഈ അമ്മ പറഞ്ഞത് December 5 എന്ന് പറയുമ്പോൾ IELTS 13 ദിവസം വേണം റിസൾട്ട് വരാൻ. ആ ഡേറ്റാണ് പരീക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നത്, November 23. ഇപ്പോൾ ഇവിടെ എന്നിട്ട് പിന്നെ വേറെ ഒരു അത്ഭുതം പറയും, അനുഭവം പറയണമെന്ന് വെച്ചാൽ അത് കേൾക്കാൻ നല്ല രസമാണ്. യൂട്യൂബിലുണ്ടത്, യൂട്യൂബിൽ ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു കുറേ കാലം മുമ്പ് ദേവാലയത്തിൻ്റെ മുകളിൽ ഒരു ചാര നിറത്തിലുള്ള മാതാവ് നിൽക്കുന്നു, കൂടെ ചിറകുള്ള ഒരു മാലാഖയും നിൽക്കുന്ന ആ ഒരു സന്ദേശം. അപ്പം ഈ മാതാവിനെയാണ് പിന്നീട് ആരോട് ചോദിച്ചിട്ട് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ചാരനിറത്ത മാതാവ്. പിന്നെയാണ് അത് കൃപാസനം മാതാവാണെന്ന് തിരിച്ചറിയണത്. ഇത് പറഞ്ഞിട്ട് ജോയിസ് ഒരു കാര്യം പറയും, ഇപ്പം എനിക്ക് തോന്നുന്നത് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് തോന്നണത്. ആ സാക്ഷ്യത്തിലുണ്ട്, മാതാവിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ് തോന്നണതെന്ന്. എന്ന് വെച്ചാൽ ഈ ദൈവവുമായിട്ടുള്ള യാത്രയിൽ അത് സത്യസന്ധമായ യാത്രയാണെങ്കിൽ നമുക്ക് കൂടെ ഫീൽ ചെയ്യും, കൂടെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും. എപ്പോഴും നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ദൈവം കൂടെ നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണം. ദൈവം കൂടെ നിൽക്കണ പോലെ ഫീൽ ചെയ്യണം. ഇപ്പം നമ്മൾക്കിത്, അതായത് ക്രിസ്ത്യൻ ആധ്യാത്മികതയിലെ തന്ത്രമന്ത്രങ്ങളും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം നിനക്കുണ്ടാകണം, അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അല്ല വേറെ ഒരു തരത്തിലുള്ള ജിംനേഷ്യമോ അല്ലെങ്കിൽ യോഗ പോലെയുള്ള എക്സസൈസുകളോ ഒന്നും ക്രിസ്ത്യാനിറ്റി ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ്, സത്യസന്ധമായി നീ ഒന്ന് സ്നേഹിച്ച് നോക്കണം, അപ്പോൾ ദൈവം കൂടെ നിൽക്കണ, അപ്പോൾ നിനക്കത് ഫീൽ ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അങ്ങ് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ, എൻ്റെ കൂടെ സഞ്ചരിക്കുന്ന പോലെ എനിക്കെപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെ എന്നെ നീ വളർത്തണമേ, എൻ്റെ ബുദ്ധിയെ നീ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, ദൈവമക്കളാകാനുള്ള കഴിവെനിക്ക് നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പെടുത്ത് എല്ലാ മക്കളെയും ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാക്ഷ്യ അനുഭവങ്ങൾ